ബോധ്യത്തിലാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കിയ ആ ശബ്ദ സന്ദേശങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും തെളിവുകൾ അങ്ങ് ഹാജരാക്കിയിട്ടുണ്ട്? അല്ല, അതായത് മൂന്ന് ഈ പറയുന്ന എന്താ പറയാ ചങ്ങാതിന്റെ സുജിദാസ് അദ്ദേഹവുമായി സംസാരിച്ച 3 കോൾസാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തുവിട്ടത്. പിന്നെ അതൊന്നും കൂടി പുറത്തുവിടാൻ നിന്നതാണ്. കാരണം അതിനുശേഷമാണ് 4ാമത്തെ പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം 3 ഞങ്ങൾ പുറത്തുവിട്ടു. അത് പുറമെ കൂടാതെ ഞാൻ പുറത്തുവിടാത്തൊരു സന്ദേശം ഉണ്ടായിരുന്നു. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, അദ്ദേഹം കാല് പിടിക്കൽ മാത്രമാണ്. അപ്പൊ അത് കേട്ട് നിങ്ങൾ ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ആ സമയത്ത് വിടാതിരുന്നു. അതുകൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഹാജരാക്കിയ ഒരു തെളിവ്, ഞാൻ ഇന്നലെ നിങ്ങളിവിടെ എഫ്ഐആർ വായിച്ചല്ലോ, ഒരു സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടത് 7.5 കിലോ സ്വർണം പിടിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും വിഴുങ്ങിയിരിക്കുകയാണ് ഒരു സ്ത്രീയിൽ നിന്ന്. എന്നിട്ട് ആ സ്ത്രീയെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ 145 ഗ്രാം സ്വർണം, അതും ആഭരണങ്ങൾ, ആ സ്ത്രീ കഴുത്തിലിട്ടിരുന്ന മാല, അതിന്റെ കുലുസ്, പിന്നെന്താ 1-2 വള, ഒരു മോതിരം. കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്നാ പറഞ്ഞത്, ഇതെന്ത് കേസാണ്? ഇത് എന്ത് കേസാണ്? വിദേശത്ത് നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് ഒരു 10-15 പവനും സ്വർണം ആഭരണം കൊണ്ടുവരാൻ പറ്റില്ലേ? ധരിക്കാൻ പറ്റില്ലേ? ധരിച്ചു വന്ന ആഭരണമാണ് ഒരു കറുത്ത സഞ്ചി. ഈ 3-4 ഐറ്റം പറഞ്ഞിട്ട് പിന്നെ ആ സീസർ മാർഷൽ പറയുന്ന ഒരു കറുത്ത സഞ്ചി, എന്താ കറുത്ത സഞ്ചിയിലിട്ട് കെട്ടിക്കൊടുന്ന ഈ 14 പവനെ. അപ്പൊ അത് കൃത്യമായി ഐ ജിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കൃത്യമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്താ പറയാ കേസ് സംബന്ധം 15% റിവാർഡ് പുറത്തുനിന്ന് പിടിച്ച് അങ്ങോട്ട് കൊടുത്താൽ 1 കോടിയാണെങ്കിൽ 15 ലക്ഷം വാങ്ങി കീശയിൽ ഈ പോലീസുകാർക്കൊക്കെ ഇടാം. അതൊക്കെ ഒഴിവാക്കിയിട്ട് ദേശസ്നേഹം, രാജ്യസ്നേഹം ഒന്നും വേണ്ട. പെരുങ്കലിന്റെ അടുത്ത് കൊണ്ടുപോയി ഇത് ഉരുക്കി ആവശ്യമില്ല പോക്കറ്റിലിട്ടിട്ട് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ ഇടപാട്, ഇതിന് പോലീസൊന്നും വേണ്ട. ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും. പോലീസിന് 15% കിട്ടില്ല എന്നാണ് നിയമജ്ഞർ പറയുന്നത്. തെറ്റാണ്. ഏത് ഏജൻസിയാണെങ്കിലും കിട്ടും. കാരണം എയർപോർട്ടിന്റെ പുറത്ത് പിടിച്ചു കൊടുത്തു. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ആ പറഞ്ഞ നിയമജ്ഞൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാകാം, അറിവില്ലായ്മ ആകാം.